എല്ലാവരും ഈ ആഴ്ചയിലെ മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവ വികാസങ്ങളും നിഫ്റ്റിയുടെ ട്രേഡിംഗ്, നിഫ്റ്റിയുടെ അപ്പ് ആൻഡ് ഡൗൺസും കാണാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സിനെ നമുക്ക് ആദ്യം നോക്കാം. ഓപ്പണായത് ലാസ്റ്റ് വീക്ക് ക്ലോസിൻ്റെ ചോടെ ഓപ്പണായി ഡൗൺ വിളിക്കുന്ന ഡൗൺ മൂവ്മെൻ്റ് എന്ന് കാണിക്കുന്ന ഇന്ന് ഓപ്പണായി രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് കാരണം അവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ലൈന് കുറച്ച് ഡ്രോ ചെയ്തു. റെസിസ്റ്റൻസ് ബ്രേക്കായി. ഇപ്പോൾ ഹയർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മിക്കതും അവിടെ പൊസിഷൻ ലോങ് പൊസിഷൻസ് വരാം, എടുക്കാം. ഓപ്പർച്യൂണിറ്റീസാണ് ലോങ് പൊസിഷന്. അതെ, ലോങ് പൊസിഷൻ. അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിനേക്കാളും അപ്പിൽ ഇതായി. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ആഫ്റ്റർനൂൺ ക്ലോസിങ് ടൈമിൽ ലോങ് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെയും ഡൗണിലേക്കാണ് വരുന്നത്. നമ്മൾ പ്രൊട്ടക്ഷൻ എന്തായാലും ഉണ്ടാകും. ഏത് ലോങ് ആയാലും ഷോർട്ട് ആയാലും നമ്മൾ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെയും മുകളിലേക്ക് ആ ദിവസത്തെ 4-ാം തീയതി ഹൈ ബ്രേക്ക് ചെയ്തു. ഹൈ കഴിഞ്ഞ ആഴ്ചത്തെ ഹൈയും വീക്ക്ലി ഹൈയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അടുത്ത ദിവസം ചെറിയൊരു ഗ്യാപ്പ് അപ്പാണ്. ഗ്യാപ്പ് അപ്പിന്ന് സെൽ ഓഫ് വന്നു. ഹൈ ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഞാനൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. 2 ഹയർ ഹൈ വന്ന കാരണം, ഹയർ ലോ വന്ന കാരണം ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ ഇടയിൽ ഒരു ഹൈ ലോവർ ഹൈ വന്നു. ഇവിടെ നമ്മൾ എക്സിറ്റായി. ലോങ് എക്സിറ്റാണ്. മാർക്കറ്റ് മിക്കതും ടെസ്റ്റ് ചെയ്യാൻ വരികയാണ്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ റെസിസ്റ്റൻസ് പൊട്ടാർന്ന് അത് ബ്രേക്ക് ചെയ്തപ്പോൾ അത് ഇപ്പോൾ സപ്പോർട്ടായി മാറിയിട്ടുണ്ട്. ഒരു സൈഡ് വേസ് ആക്ഷൻ നടക്കുന്ന ലോങ് എക്സിറ്റ് ആയ ശേഷം അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് വേസും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പ്, പക്ഷേ പിന്നെയും താഴെ തന്നെയാണ്. മിക്കതും ഇത് വീക്ക്ലി ടെസ്റ്റ് ചെയ്യും, വീക്ക്ലി സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും.
അതായത് എങ്ങനെയാണ് വീക്ക്ലി സപ്പോർട്ട് സ്ട്രോങ് ആണ് കാണിക്കുന്നത് നോക്കുക. ആ ഏരിയയിൽ വർക്കൗട്ട് നടക്കുകയാണ്. പിന്നെ അവിടെ താഴെ സപ്പോർട്ടിന് താഴെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ്സ് നടക്കുന്ന. ഇനിയിപ്പോൾ അടുത്ത സപ്പോർട്ടുള്ളത് ക്ലോസാണ്, കഴിഞ്ഞ വീക്കിലി ക്ലോസാണ്. അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പ് ഓപ്പണ്, പക്ഷേ സെൽ ഓഫ് വന്നു. അവിടെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈന് നമ്മൾ വരച്ച് എന്താ പറഞ്ഞാൽ ലോവറായി പ്രിൻ്റായിട്ടുണ്ട്. കറക്റ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിൽ സപ്പോർട്ട് എടുത്തേക്കുന്നു. ഒരു ഹാമർ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. പുതിയ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ആയ ശേഷം പിന്നെയും സപ്പോർട്ടിൻ്റെ ചോടെ വന്നു. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസാണ്, ഇവിടെ ഷോർട്ടാണ്. ക്ലോസും വീക്ക്ലി ക്ലോസും ബ്രേക്ക് ചെയ്തു. പക്ഷേ അവിടുന്ന് തിരിച്ച് ഒരു വെർട്ടിക്കൽ മൂവാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ. ശരിക്കും കഴിഞ്ഞ ആഴ്ചയും ഇത് ബുള്ളിഷാണ് ഞാൻ ക്ലോസ് ആയിരിക്കുന്നത്. എന്താ കാരണം പറഞ്ഞാൽ കഴിഞ്ഞ ക്ലോസിനേക്കാളും ആയില്ല എന്നാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ ഇപ്പോഴും അത് ബുള്ളിഷ് ട്രെൻഡ് എന്നാണ് പറയാം നമുക്ക്. ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റി. ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ FII ട്രാൻസാക്ഷൻ. FII ഉണ്ട് 3-ാം തീയതി FII 3958. ഇത് ക്യാഷിൻ്റെയാണ് കേട്ടോ, ഈക്വിറ്റി സെഗ്മെൻ്റ് എന്നാണ്. അപ്പോൾ സെല്ലിംഗ് ആണ്. അന്ന് ഫെബ്രുവരി 14 അത് 809 കോടിയുടെ ബൈയിങ്ങാണ് നടത്തിക്കുന്നത്. അതിന് ശേഷം അവസാനത്തെ 3 ദിവസം സെല്ലിംഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ടോട്ടൽ 8852 കോടി 0.3 കോടിയുടെ സെല്ലിംഗാണ്, നെറ്റ് സെല്ലിംഗാണ് FII ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 5 സ്ക്രിപ്പുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് വാച്ചിൽ ആഡ് ചെയ്യാൻ. പക്ഷേ ഞാൻ പേഴ്സണലി ഒരു സ്ക്രിപ്പ് മാത്രമാണ് ഞാൻ നോക്കാറുള്ളൂ. ആദ്യം പറഞ്ഞ സ്ക്രിപ്പാണ് ഞാൻ നോക്കാറ്. അത് ആക്സിസ് ബാങ്ക് ആയിരുന്നു. ആക്സിസ് ബാങ്കിൽ 3-ാം തീയതി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയ ശേഷം മുകളിൽ എന്താ പറഞ്ഞാൽ വീക്ക്ലി അപ്വേർഡാണ്, ബുള്ളിഷായിരുന്നു. അപ്പോൾ ഈ റേഞ്ചിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് അറൗണ്ട് 3 ഇരട്ടി റിസ്കിൽ നിന്ന് 3 ഇരട്ടി പോയിരുന്നു. പക്ഷേ അത് നമ്മൾ എക്സിറ്റ് ചെയ്തില്ല. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലിയിലെ ഹൈയിലാണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ ഇനിയും പോകാൻ മൂവ്മെൻ്റ് ഉണ്ടോയെന്ന് നമ്മൾ കരുതി. ട്രെൻഡ് ലൈൻ ബ്രേക്കായി. അതിനുശേഷം ഇത് എക്സിറ്റായ റേഞ്ചാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് പിന്നെയും മറ്റേ ട്രെൻഡ് ലൈന് ബ്രേക്കായി ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ പിന്നെ ബൈയിങ് വന്നു. ആ ട്രേഡ് ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത ശേഷം പിന്നെ മുകളിലേക്ക് പോയി. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഒരു ട്രേഡിൻ്റെ കൂടി. പക്ഷേ അവിടെ അത് ഫ്രൈഡേ ആഫ്റ്റർനൂണാണ്. അത് കാരണം നോട്ട് ഇൻട്രസ്റ്റഡ്, കാരണം അത് ട്രേഡ് ചെയ്തില്ല. വേണ്ടവർക്ക് അടുത്ത ആഴ്ചയ്ക്കും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ വേണമെങ്കിൽ ബൈയിങ് നടത്തി ഇരിക്കാം. ടോട്ടലി 2 ട്രേഡ് മൂന്ന് ട്രേഡ് വന്നിട്ടുണ്ട്. പക്ഷെ 2 ട്രേഡ് അതിൽ നമ്മൾ 1 വിന്നായിട്ടുണ്ട്, 1 ISL ഹിറ്റായിട്ടുണ്ട്.
ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് വാച്ചിലെ സ്ക്രിപ്റ്റിൻ്റെ പെർഫോമൻസ്. ട്രേഡിങ്ങിൽ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാതാലോ ഒരു സ്ക്രിപ്പും ഒരു മെത്തഡും ഒരു സിസ്റ്റമും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് വളരെ വളരെ ഗുണം ചെയ്യും, ട്രേഡേഴ്സിന് ഗുണം ചെയ്യും. എന്താണെന്ന് കാരണം പറഞ്ഞാൽ നമ്മൾ ഒറ്റ സ്ക്രിപ്പും ഒറ്റ മെത്തഡും ആകുമ്പോൾ ആ മെത്തഡിൽ ആ സിസ്റ്റത്തിൽ നമ്മൾ ഫുള്ളായിട്ട് മുഴുകി അതിനെ കോൺഫിഡൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് വരും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ബ്രൂസ് ലീയുടെ കോട്ടാണ്. ഐ ഫിയർ നോട്ട് ദ മാൻ ഹൂ ഹാസ് പ്രാക്ടീസ്ഡ് 10,000 കിക്സ് വൺസ്, ബട്ട് ഐ ഫിയർ ദ മാൻ ഹൂ ഹാസ് പ്രാക്ടീസ്ഡ് 1 കിക്ക് 10,000 ടൈംസ്. എന്ന് പറഞ്ഞാൽ 1000 ടൈപ്പ് കിക്സ് പഠിച്ച ആളെക്കാളും ഒരു കിക്ക് 10,000 ടൈം, ഒരു കിക്ക് 15,000 സമയം പ്രാക്ടീസ് ചെയ്ത ആളെയാണ് പേടിക്കേണ്ടത് എന്ന് പറയുന്നത്. അത് ട്രേഡിങ്ങിനും ബാധകമാണ്. കഴിഞ്ഞ ആഴ്ച RBIയുടെ പോളിസി ഉണ്ടായിരുന്നു. RBI റിപ്പോ റേറ്റ് 6.75 6.25% കുറച്ചു. പുതിയ RBI ഗവർണറാണ്, ആളുടെ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു ഇത് കുറച്ചത് കാരണം ലിക്വിഡിറ്റി കുറച്ചുകൂടി കൂടാൻ വഴിയുണ്ട് മാർക്കറ്റിൽ. പക്ഷേ ഇൻഫ്ലേഷൻ എത്ര കൊണ്ട് കൺട്രോൾ ആവും, ഇപ്പോൾ 5ൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്, അത് എത്ര പേരെ കൺട്രോൾ ആവുമെന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. ബാക്കി റേറ്റുകളൊക്കെ സെയിം തന്നെയാണ്. GDP ഫോർകാസ്റ്റ് 6.7% 25-26 ഇത് ചെയ്തിരിക്കുന്നത്. ഇൻഫ്ലേഷൻ 4.8 വരെ എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി എൻഡിങ്ങിൽ കുറച്ച് സ്ക്രിപ്പുകളിൽ FI ചെറുതായിട്ട് ബൈയിങ് കാണിക്കുന്നുണ്ട്. ഒന്ന് News 18, രവീന്ദ്ര എനർജി, AYN സിൻടെക്സ്, പിന്നെ വണ്ടർല. ഈ സ്ക്രിപ്പുകളിൽ FI ബൈയിങ് വന്നിട്ടുണ്ട് കുറേശ്ശെ. അത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് കാണാം എന്ന് വിചാരിക്കുന്നു ഈ സ്ക്രിപ്പുകളിൽ. ഇനി അടുത്ത ആഴ്ചയ്ക്കുള്ള മാർക്കറ്റ് വാച്ച് സ്ക്രിപ്പ് ജിയോ ഫൈനാൻസ്, സോന കോംസ്, PII ഇന്ത്യ. ഈ 3 സ്ക്രിപ്പുകളാണ് ഞാൻ മാർക്കറ്റ് വാച്ചിൽ ആഡ് ചെയ്യുന്നത്. അതിൽ ജിയോ ഫൈനാൻസ് ആയിരിക്കും ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ.